നമസ്കാരം. ഇന്ന് നമ്മുടെ ഗീത ക്ലാസ്സിൻ്റെ 13ാമത്തെ ആഴ്ച. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്ര വേഗമാണല്ലേ കാര്യങ്ങൾ, ദിവസങ്ങൾ കടന്നുപോയത്. 9, 10, 11ാമത്തെ. അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മൾ ഈ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ടല്ലേ. എല്ലാവരും എനിക്ക് വളരെ ഫോണിൽ കൂടിയൊക്കെയാണ് എന്നെ വിളിച്ച് പറയുക, ടീച്ചറേ ഇങ്ങനെ ഇത്ര നന്നായിട്ട് എങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റണേ. അപ്പൊക്കെ ഞാൻ എന്താ പറയുക അറിയോ, ഭഗവാൻ കാരണം കേട്ടോ, അല്ലാണ്ട് ഞാനൊന്നുമല്ല, ഭഗവാനാണ് എന്നെ കൊണ്ട് ഈ പറയിപ്പിക്കണേന്ന് എപ്പോഴും പറയാം. കൃഷ്ണൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷവും ഒരു ആത്മധൈര്യം ഒക്കെയാണ്. അപ്പം എന്നത്തെയും പോലെ തന്നെ നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം അല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല കമൻസ് എനിക്ക് വേണം, നിങ്ങളുടെ വാല്യൂബിൾ കമൻസ് ആണ് എനിക്കിഷ്ടം, ആഗ്രഹം. എന്നാലും നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. നെഗറ്റീവ് കമൻസ് കിട്ടിയാൽ നമുക്ക് ഒന്നും കൂടി അതിനെ പോസിറ്റീവ് ആക്കാൻ പറ്റും. എല്ലാം പോസിറ്റീവ് ആവില്ലല്ലോ, നമ്മുടെ കയ്യിലും കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെ ഒന്ന് തിരുത്തി തന്ന് എന്തൊക്കെ അങ്ങനെ ചെയ്യൂട്ടോ ഇങ്ങനെ ചെയ്യൂട്ടോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എന്നത്തെയും പോലെ തന്നെ ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രത്തോട്. ഭഗവാന്റെ മന്ത്രമില്ലാതെ നമുക്ക് ഒന്നും നടക്കില്ല. വെളിച്ചാവുമ്പോൾ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ആ മന്ത്രത്തോട് കൂടി വേണം നമ്മൾ എണീച്ച് വരാം. അത്ര ഇന്നത്തെ ഒരു ദിവസം കൂടി ഭഗവാൻ എനിക്ക് കാണിച്ചുല്ലോ എന്നുള്ള ഒരു നന്ദി സ്മരണ അല്ലേ. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഗീതാമൃതത്തിൽ പറഞ്ഞിരുന്നത്, സേനയുടെ മധ്യത്തിൽ കൊണ്ടുപോയിട്ട് ഭഗവാനെ ഈ തേരിനെ നിർത്തൂ എന്ന് ആരോട് പറഞ്ഞു? അർജുനൻ അച്യുതനോട് പറഞ്ഞു. അച്യുതാ അല്ലേ, ശുദ്ധി സംഭവിക്കാത്തവൻ, നാശമില്ലാത്തവനാണ് ഭഗവാൻ. ഓരോ നാമങ്ങൾക്കും ഭഗവാന്റെ ഓരോ നാമത്തിനും അർത്ഥമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഓരോ നാമവും അർത്ഥമുള്ളതാണ്. എങ്ങനെയാണ് ഈ വിഷ്ണു സഹസ്രനാമം ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയോ? വിഷ്ണു സഹസ്രനാമം ഉണ്ടായത്, വിഷ്ണുവിന്റെ 1000 നാമാണല്ലോ ഈ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ. എന്താ 1000 നാമം? ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ലളിതാ പരമേശ്വരിയുടെ 1000 നാമങ്ങൾ. വിഷ്ണു സഹസ്രനാമം ഈ കൗരവ പാണ്ഡവ യുദ്ധം കഴിഞ്ഞ് സ്വച്ഛന്ത മൃത്യു ആഗ്രഹിച്ച ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട്. എന്തിനാണ് ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ? അതൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ, വരുന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ ഓരോന്ന് വരുന്നു എന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ വിഷ്ണു സഹസ്രനാമത്തിന്റെ കാര്യം ഞാൻ പറയാണ്. അദ്ദേഹം ശരശയ്യയിൽ കിടന്നുകൊണ്ട് നമ്മുടെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തതാണ് ഇത്രയും ആ നാമങ്ങൾ. വിഷ്ണുവിന്റെ 1000 നാമങ്ങൾ ഭീഷ്മൻ പറഞ്ഞു കൊടുത്തതാണ് യുധിഷ്ഠിരന്. അപ്പൊ നോക്കൂ, ആ ഭീഷ്മ പിതാമഹൻ ആ ഉത്തരായനം കാത്ത് കിടക്കായിരുന്നു. ആ സമയത്ത് ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞ് അപ്പൊ അർജുനൻ എന്ത് ചെയ്തു? ശരശയ്യ ഉണ്ടാക്കി കൊടുത്തു. ശരശയ്യ പറഞ്ഞ എന്താ? ശരങ്ങൾ കൊണ്ടുള്ള ഒരു ശയ്യ, ഒരു കിടക്ക, അതിലാണ് കിടന്നിരുന്നത്. അപ്പോൾ ഈ 1000 നാമങ്ങൾക്കും 1000 നാമങ്ങൾ. അപ്പൊ ആ 1000 നാമം നമ്മൾ ചൊല്ലുമ്പോൾ ആ ഒരു ശക്തി നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂലേ. വിഷ്ണു സഹസ്രനാമത്തിന്റെ ഒരു പ്രത്യേകത ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കറിയാം, പ്രസിദ്ധനായ എന്താ പറയാ IPS ഉദ്യോഗസ്ഥൻ, ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി ഇനി എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മേല് കുതിര കയറരുത് എന്ന് ക്രിസ്ത്യാനികളോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഹിന്ദു മതത്തിനോട് അത്രയും വിശ്വാസമുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഈ സഹസ്രനാമം ആരെല്ലാം ചൊല്ലുന്നുവോ, കുട്ടികൾ ചൊല്ലുമ്പോൾ, കുട്ടികൾ തൊട്ട് പഠിക്കണം. ഈ കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ ബുദ്ധിശക്തി, അവർക്ക് IPS എഴുതാനും കൂടി IAS എഴുതാനുള്ള ബുദ്ധിയും കൂടി അവർക്ക് ഉണ്ടാവട്ടെ. എന്താ കാരണം എന്നും കൂടി അദ്ദേഹം അതിന് പറയുന്നുണ്ട്. സഹസ്രനാമം ചൊല്ലുമ്പോൾ ഈ 1000 നാമം ഓർത്തിരിക്കണ്ടേ? ആ ഓർത്തിരിക്കുമ്പോൾ ബ്രെയിൻ വികസിക്കില്ലേ. ആ നാമത്തിൽ നമ്മുടെ ആ ശ്വാസോച്ഛ്വാസം നമ്മൾ പറയില്ലേ, ആ പ്രാണായാമത്തിലൂടെയുള്ള ആ മന്ദഗതിയ നമ്മുടെ ലങ്സ് വികസിക്കുത്രേ, നമ്മുടെ ശബ്ദം ക്ലിയർ ആവൂത്രേ. അപ്പൊ നമ്മുടെ എന്തൊക്കെ ബുദ്ധി വികസിച്ചു, ശബ്ദം വികസിച്ചു, ലങ്സിന് കുറേയധികം ശ്വാസം ഓക്സിജൻ വന്നു. ഇതെല്ലാം ഈ സഹസ്രനാമം ചൊല്ലുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളാണെന്ന് ആരാ പറഞ്ഞത്? ഹിന്ദു മതത്തിലെ ഒരാളല്ല, ഇപ്പോഴും യൂട്യൂബിലൂടെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആരാ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോ ഇത് കഴിഞ്ഞപ്പോൾ സഞ്ജയൻ വീണ്ടും ധൃതരാഷ്ട്രരോട് പറയാണ്. ഇതുവരെ അർജുന ഉവാചയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അർജുനൻ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയിപ്പോ സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശ ഗൂഢാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയൻ പറഞ്ഞു. ഉവാച പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അർജുന ഉവാച പറഞ്ഞ അർജുനൻ പറഞ്ഞു, സഞ്ജയ ഉവാച പറഞ്ഞ സഞ്ജയൻ പറഞ്ഞു. എന്താ പറഞ്ഞ? അല്ലയോ രാജാവേ,
അർജുനൻ ഇപ്രകാരം പറഞ്ഞത് കേട്ടിട്ട്, എപ്രകാരം? നേരത്തെയുള്ള ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഭഗവാനെ അച്യുത, അങ്ങ് എന്റെ രഥം, ഈ രഥം കൊണ്ട് തേരാളിയാണല്ലോ ഭഗവാനെ, സേനയുടെ മധ്യത്തിൽ കൊണ്ട് നിർത്തും. ആരൊക്കെയാണ്? രാഷ്ട്രന്മാരുടെ മുമ്പിൽ നിൽക്കുന്ന മഹാരഥന്മാർ എന്ന് ഞാൻ കാണട്ടെ എന്ന് അർജുനൻ പറഞ്ഞപ്പോ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയാണ്, രാജാവേ, അർജുനൻ ഇപ്രകാരം പറഞ്ഞത് കേട്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ, അതായത് ഇവിടെ ധൃതരാഷ്ട്രരുടെ സൈന്യം കൗരവപക്ഷം, ഇപ്പുറത്ത് പാണ്ഡവപക്ഷം. ഈ പാണ്ഡവപക്ഷത്തിന്റെയും കൗരവപക്ഷത്തിന്റെയും ഇടയിൽ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, ഒരു പ്രത്യേക രീതിയിലാണല്ലോ ഒരു സേനകൾ നിൽക്കുക. അതിനുശേഷം കുറച്ചു ഭാഗം ഫ്രീ ആയിട്ടിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ മധ്യത്തിലേക്കായിട്ട് ഭീഷ്മ ദ്രോണാദികളുടെയും എല്ലാ രാജാക്കന്മാരുടെയും മുന്നിലായിട്ട് രഥത്തെ നിർത്തി. ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ ഒത്തുകൂടിയിരിക്കുന്ന ഈ കൗരവന്മാരെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തി. അപ്പോ 25ാമത്തെ ശ്ലോകത്തില് സഞ്ജയൻ തന്നെയാണ് ധൃതരാഷ്ട്രോട് പറയുന്നത്, എന്താണ്? ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീഷിതാ ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിതി. ഈ മധ്യത്തിലേക്ക് കൊണ്ടു നിർത്തി എന്ന് പറഞ്ഞൂല്ലേ, ഈ അതുവരെ അർജുനൻ ശരിക്കൊന്നും ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അർജുനൻ എന്താണ്? തരാളിയായ തൻ്റെ സുഹൃത്തായ അല്ലെ, തൻ്റെ എല്ലാമായ ഭഗവാൻ ഉള്ളപ്പോ, കൊടിയടയാളത്തില് എന്താ പറയാ, നമ്മുടെ ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമി ഉള്ളപ്പോ ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതുവരെ ശത്രുപക്ഷത്തുള്ള ഒരാളെയും കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം കൊണ്ട് ഈ അച്യുതൻ കൊണ്ടുപോയിട്ട് എന്താ പറയുക, നാശമില്ലാത്ത ഭഗവാൻ അച്യുതൻ കൊണ്ടുപോയിട്ട് സേനയുടെ മധ്യത്തിൽ കൊണ്ട് നിർത്തിയപ്പോ എന്താണ് ഉണ്ടായത്? ഈ ഒത്തുകൂടിയിരിക്കുന്ന ഈ കൗരവന്മാരെ നീ കണ്ടോളൂ പാർത്ഥ. ആരാണ് പാർത്ഥൻ? എന്താണ് പാർത്ഥൻ? ആരെയാണ് ഈ പാർത്ഥൻ എന്ന് പറയുന്നത്? അർജുനന്റെ മറ്റൊരു പേരാണ്. നിങ്ങൾക്കറിയാം, അർജുനപ്പത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? വിലാളി വീരനായ അർജുനന്റെ 10 നാമങ്ങള് പണ്ട് കുട്ടികൾക്ക് ചൊല്ലി കൊടുക്കാറുണ്ട് നമ്മുടെ അമ്മമ്മമാരും മുത്തശ്ശിമാരും. നമ്മളൊക്കെ ചൊല്ലിയിട്ട് കിടന്നിട്ടുണ്ട്. എന്താണ്? സുസ്വപ്നം കാണില്ല അത്ര അർജുനന്റെ. അതിലൊരു നാമാണ് ഈ പാർത്ഥൻ. അപ്പൊ അദ്ദേഹം മിക്കവാറും എപ്പോഴും ശ്രീകൃഷ്ണൻ അർജുന എന്ന് വിളിക്കുന്നത് ചുരുക്ക. പാർത്ഥ എന്നേ ഭഗവാൻ വിളിക്കുള്ളൂ. എന്താണെന്നറിയില്ല. അദ്ദേഹത്തിന് 2 ബന്ധാണ് ഇവരായിട്ട്, അതറിയാലോ അല്ലെ. അച്ഛന്റെ പെങ്ങളുടെ മക്കളാണ് ഇവര്. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛന്റെ പെങ്ങളുടെ കുന്തി അച്ഛന്റെ പെങ്ങളാണ്. അതൊരു ബന്ധം. അതുകൂടാതെ സുഹൃത് ബന്ധം അല്ലെ, ഭക്തവാത്സല്യം എല്ലാം ഉണ്ടായിരുന്നു ഭഗവാൻ അവരോട്. ഇതെല്ലാം കൂടാതെ ഭഗവാൻ എന്തുകൊണ്ടായിരിക്കും അവരുടെ പക്ഷത്ത് നിന്നിരുന്നത്? ഇവരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ധൃതരാഷ്ട്ര, ഗാന്ധാരി, കൗരവന്മാരെ എല്ലാവരും ഭഗവാനെ നാമം ചൊല്ലിണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം അവരുടെ പക്ഷത്ത് നിൽക്കാതെ? അതെന്താണ്? എല്ലാ കാലത്തും പറയുന്ന പോലെ തന്നെ ഭഗവാൻ ഭക്തി ഉണ്ടായാൽ മാത്രം ഭഗവാൻ ഭക്തി പറഞ്ഞ ഭക്തി ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നന്മ ചെയ്യാൻ തോന്നും. തിന്മയിലേക്ക് പോവില്ല. അപ്പൊ ആ ഭാഗത്തെ ഭഗവാൻ ഉണ്ടാവൂ, തിന്മയിലേക്ക് തന്നെ ഭഗവാൻ ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ശരിയായ ഭക്തി ആയിരുന്നില്ല. അപ്പൊ അർജുനന്റെ ഭക്തി വളരെ നല്ല ഭക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവരുടെ പാണ്ഡവ പക്ഷത്ത് നിൽക്കാൻ ഒരു കാരണം കൂടി അതുകൊണ്ട് നമുക്ക് പറയാം. ഭഗവാൻ ഒരു നിഷ്പക്ഷപാതിയായിരുന്നു. അല്ലാണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒരിക്കലും ഇല്ല. നന്മയുടെ ഭാഗത്ത് ഭഗവാൻ എപ്പോഴും ഇനിയുള്ള കാലത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പോഴും ഉണ്ട്, ഇപ്പൊ ഇവിടെ ഉണ്ട് ഭഗവാൻ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ അദ്ദേഹം പറയും, പാർത്ഥ, ശ്രീകൃഷ്ണ ഭഗവാൻ പറയാണ്, കണ്ടാലും എന്താണ്? ആരെ? ഈ ഒത്തുകൂടിയിരിക്കുന്ന ഈ കൗരവന്മാരെ കണ്ടാലും അർജുന എന്ന് പറയാണ്. അപ്പൊ അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും വിശ്വധാമായവർ, പിന്നെ കിരീടിയും ശ്വേതാശനെന്നും ധനഞ്ജയൻ, വിഷ്ണുവും ബീബൽസു, പിന്നെ സവ്യസാജി എന്നും 10 നാമങ്ങളും ഭക്ത്യാ ജപിക്കയാൽ നിത്യം ഭയങ്ങൾ അകന്നു പോവും നിശ്ചയം എന്ന് പറയും. ഇതാണ് ആ 10 നാമങ്ങൾ. അർജുന 10 എന്നാ പറയാ. ഞങ്ങൾ അമ്മൂമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കി, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയുണ്ടാവില്ല. എന്ത് നാമം! ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതുപോലും പറയാൻ ആ നാവിന് ഒരു ഇതില്ലാത്ത കുട്ടികളാണ് ഈ കാലഘട്ടത്തിൽ. അപ്പൊ പിന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്താ കാര്യം? ഇപ്പോ നമ്മുടെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സനാതന ധർമ്മത്തിനെ ഒക്കെ പരിപോഷിപ്പിക്കാനായിട്ട് കുറേ അധികം, എന്നെ പോലെയുള്ള കുറേ അധികം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ടീച്ചർ, എൻ്റെ നമ്മൾക്കറിയാം ഭാഗവതം എടുക്കുന്ന ഭാഗവതാമൃതം ടീച്ചർ ലക്ഷ്മി ടീച്ചറെ ഞാൻ ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്. കാരണം ടീച്ചർ കാരണമാണ് ഞാനിപ്പോൾ ഈ ഗീതാമൃതം ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ടീച്ചർ പറയുന്ന പോലെ തന്നെ ആ ടീച്ചർ കുറേ പ്രഭാഷണങ്ങൾ നടത്താം. ടീച്ചറുടെ ശിഷ്യായ ഞാനും ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ, അതൊക്കെ നമുക്കൊരു മുജന്മ സുഹൃതല്ലേ? അല്ലെങ്കിൽ നമ്മളൊന്നും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഇപ്പോ ഇവിടെ തന്നെയുള്ള കുറെ കുട്ടികൾ
അവരൊക്കെ ഇതിന്റെ ഭയങ്കര ഡിവോട്ടീസ് ആണ്. അവരൊക്കെ 32, 35 വയസ്സായ കുട്ടികൾ. അവർ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോയി അവരെന്നോട് പറയാണ്, ചേച്ചി ഇതും ചേച്ചിക്ക് ഇത്തിരി മുമ്പാവായിരുന്നില്ലേ? ഞങ്ങളൊക്കെ അവിടെ ഉള്ളപ്പോ ചേച്ചി ഇത് പറഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങളിപ്പോ ഇവിടെ അല്ലേ തൃശ്ശൂർ ഭാഗത്തും മദ്രാസിലൊക്കെയാണ് കിടക്കുന്നത്, അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാ കേൾക്കാൻ പറ്റും? അവര് ചോദിച്ചതാ. ആത്മാർത്ഥമായ ചോദ്യം കേട്ടോ അവര് ചോദിച്ചത്. അവർക്ക് ഒരു ഭക്തി ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. എല്ലാവരുടെ ഭക്തിയും നമുക്ക് കണ്ടാൽ അറിയാം അല്ലെ, ഓരോരുത്തരെ കണ്ടു കഴിഞ്ഞപ്പോ. അപ്പൊ ഞാൻ പറയണ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇപ്പൊ കൗരവ പാണ്ഡവ പക്ഷത്തെ യുദ്ധത്തിന് ഒരു സമയം ഉണ്ടായില്ലേ? എന്തുകൊണ്ടാണ് യുദ്ധം ഉണ്ടാവുക? നമ്മൾ എപ്പോഴും പറയും ഒരു സ്ത്രീയാണ് യുദ്ധത്തിന് കാരണം. സ്ത്രീ മാത്രമല്ല, 3 കാരണങ്ങളാണ് ഒരു യുദ്ധം, ഒരു മഹായുദ്ധം നടക്കാൻ കാരണം. ഒന്ന് ധനം, ഒന്ന് ഭൂമി, ഒന്ന് സ്ത്രീ. ഈ 3നും വേണ്ടിയിട്ടാണ് ഈ യുദ്ധങ്ങൾ ഇതുവരെയുള്ള കാലഘട്ടത്തിലൊക്കെ നടന്നിരിക്കുന്നത്. പെണ്ണൊരുമ്പിട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബ്രഹ്മാവിനും ഉഴുന്നെടുക്കാൻ പറ്റില്ല എത്ര പെണ്ണൊരുമ്പ്. ശരിയല്ലേ? നമ്മുടെ ദ്രൗപദി എന്ത് ചെയ്തു? കൗരവ സഭയിൽ വെച്ചിട്ട് അതൊക്കെയാണല്ലോ ഈ യുദ്ധത്തിനുള്ള കാരണങ്ങളിൽ ഒന്ന് അതായിരുന്നല്ലോ. എന്താണ്? ചൂതുകളിയിൽ തോറ്റ ഈ പാണ്ഡവർക്ക് എന്ത് ചെയ്തു? അവസാനം യുധിഷ്ഠിരൻ ചിന്തിക്ക പോലും ചെയ്യാതെ തന്റെ ഭാര്യയെ പണയം വെച്ചു. ആ ഭാര്യയെ പണയം വെച്ചപ്പോ എന്താ ഉണ്ടായത്? ദുര്യോധനന്റെ അനിയനായ ദുശാസനൻ വലിച്ചിഴച്ച് കൗരവ സഭയിലേക്ക് ആരെ കൊണ്ടുവന്നു? സ്വന്തം ജ്യേഷ്ഠന്റെ വല്യച്ഛൻ, ചെറിയച്ഛൻ, മക്കൾ പറഞ്ഞ എന്താ? നമ്മുടെ ജ്യേഷ്ഠപത്നി. ജ്യേഷ്ഠപത്നി ആർക്ക് തുല്യാണ്? അമ്മയ്ക്ക് തുല്യാണ്. എടത്തിയമ്മ അല്ലേ? അപ്പോ ആ എടത്തി അമ്മയെ എന്ത് ചെയ്തു? വലിച്ചഴച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ആ വസ്ത്രാക്ഷേപം നടത്തി എന്ന് നിങ്ങൾക്ക് അറിയാലേ. ആ വസ്ത്രാക്ഷേപം നടത്തിയ സമയത്ത് ഭഗവാനെ അപ്പോഴൊന്നും വിളിച്ചില്ല. അപ്പൊ ഭഗവാൻ പറയുന്നത് അതാണ്. അതായത് നമ്മളൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു സംശയം തോന്നൂലേ, എന്തുകൊണ്ടാണ് ഈ ചൂതുകളി സമയത്ത് ആ സമയത്ത് യുധിഷ്ഠിരൻ ഭഗവാനെ ഓർത്തുപോലും ഇല്ല. ഭഗവാനെ ചിന്തിച്ചിരുന്നെങ്കിൽ യുധിഷ്ഠിരൻ നിഷ്പ്രയാസം കൃഷ്ണ ഭഗവാൻ പുറത്ത് നിൽക്കാത്ര, ഭഗവാൻ എന്നെ ഇപ്പൊ വിളിക്കും പറഞ്ഞിട്ട്. ആ സമയത്തൊന്നും യുധിഷ്ഠിരന്റെ മനസ്സിൽ പോലും ഭഗവാൻ ഉണ്ടായിരുന്നില്ല. യുധിഷ്ഠിരൻ വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ ഈ ചൂതുകളിയൊക്കെ ആകുമ്പോൾ മോശക്കേട് അതും ഉണ്ടായിരുന്നു. ഒരു മോശമല്ല ഈ ചൂതുകളിയൊക്കെ, ഭഗവാൻ അറിയണ്ട എന്നുള്ള ഒരു ചിന്തം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ പറയുന്നത് എന്നെ ആ സമയത്ത് വിളിച്ചില്ല. ദ്രൗപദി വലിച്ചഴച്ച് കൊണ്ടുവരുമ്പോഴും ദ്രൗപദിയുടെ മനസ്സിലില്ല. പിന്നീട് ഈ വസ്ത്രാക്ഷേപം നടത്തുന്ന സമയത്താണ് കൃഷ്ണ ഭഗവാനേ ലോകൈകനാഥ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ദ്രൗപദി വിളിച്ചു പറഞ്ഞ ആ സമയത്താണ് അദ്ദേഹം ചേലകൾ മുഴുവൻ ദ്രൗപദിയുടെ ദേഹത്ത് വെച്ച് ദുശാസനൻ തളർന്നു പോയി. അഴിച്ചഴിച്ചഴിച്ചഴിച്ച് തല അഴിയാനേ പറ്റുന്നില്ല. ആ സമയത്തെല്ലാം ആ കൗരവ പക്ഷത്തെ ധൃതരാഷ്ട്ര സഭയില് ഈ ഭീഷ്മരുണ്ടായിരുന്നു, ദ്രോണാചാര്യരുണ്ടായിരുന്നു. ഇവരാരും ആ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയില്ല. അവരൊക്കെ ഒന്നും ഇവരുടെ പക്ഷം, അവർക്ക് അറിയാം ഇത് അനീതിയാണ് എന്നുള്ളത്. അന്ന് ദ്രൗപദി തല അഴിച്ചിട്ട ദ്രൗപദി ഒരു ശപഥം എടുത്തിരുന്നു. എന്താണ്? ദുശാസന, നിന്റെ മാറു പിളർന്ന യുദ്ധം, ആ യുദ്ധത്തിൽ മാറു പിളർന്ന രക്തം കൊണ്ടേ ഞാൻ ഈ തലമുടി കിട്ടൂന്ന് അന്ന് അവിടെ വെച്ച് പ്രതിജ്ഞ എടുത്തിട്ട്. അപ്പൊ സ്ത്രീ മൂലം അല്ലെ, കനകം മൂലം, കാമിനി മൂലം കലഹം അല്ലെ, അങ്ങനെയൊക്കെ പറയൂലോ. പക്ഷെ ഇത് കാമിനി മൂലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇവര് ചെയ്ത ദ്രോഹങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു ശപഥം എടുത്തിട്ടിരുന്നായിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഭഗവാൻ അദ്ദേഹം എല്ലാവരെയും കൊണ്ടുകൂടിയിട്ട് എല്ലാ കൗരവന്മാരെയും കണ്ടോളൂ അർജുന എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നിർത്തി. തത്രാപശ്യത്സ്ഥിതാൻ പാർത്ഥഃ പൃഥ്യൂനത പിതാമഹൻ ആചാര്യാൻ മാതുലാൻ ഭ്രാത്യോൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ. എന്താണ്ടായത്? അദ്ദേഹം അർജുനനെ സേനയുടെ മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അപ്പോഴാണ് നമ്മുടെ അർജുനൻ കാണുന്നത്, ശരിയായിട്ട് കാണുന്നത് ആരെല്ലാമാണ്. ഈ 2 സേനകളിലുമുള്ള പിതാക്കന്മാരെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും അമ്മാവന്മാരെയും ഒക്കെ ഇപ്പോഴാണ് നമ്മുടെ അർജുനൻ കണ്ടത്. അതിനു മുമ്പ് ദുര്യോധനാദികളെല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ കാരണം? എല്ലാവർക്കും അറിയാം ദുര്യോധനൻ ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അർജുനൻ ഇപ്പോഴാണ് ഇവരെ കാണുന്നത്, ഈ എല്ലാവരെയും. അപ്പോ ആരൊക്കെയാണ് പിന്നെ കണ്ടത്? 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ. അപ്പോഴാണ് ഭ്രാതാക്കളെ, തൻ്റെ സഹോദരന്മാര് നിൽക്കുന്നു,
പുത്രപൗത്രന്മാര്, എന്റെ പുത്രനും പൗത്രന്മാരെ കാണുന്നു. പിന്നെന്താ, സുഹൃത്തുക്കള്, സ്വന്തം, നമുക്കറിയില്ലേ സുഹൃത്ത് ബന്ധം പറഞ്ഞാൽ ഏറ്റവും നല്ല ബന്ധം അല്ലെ, നമ്മൾ പറയൂലേ സുഹൃത്തുക്കൾ ഉണ്ടാവണം നമുക്ക്, അപ്പോഴേ നമ്മുടെ സ്വഭാവത്തിനൊക്കെ രൂപീകരിക്കാൻ സുഹൃത്ത് ബന്ധം വേണം, നല്ല സുഹൃത്തുക്കൾ വേണം, സജ്ജന സൗഹൃദം അത് കിട്ടണമെങ്കിൽ അത് ഭഗവാന്റെ കൃപ വേണം. അല്ലെങ്കിൽ നമ്മൾ ദുർജനങ്ങളുടെ ഇടയിൽ പോയിപ്പെട്ട് അവരുടെ ആ ഒരു സംഗമത്തിൽ നമുക്ക് സജ്ജന സംസർഗം കിട്ടണമെങ്കിൽ ഭഗവാന്റെ കരുണ തന്നെ വേണം. അപ്പോ ശ്വശുരന്മാരെ കണ്ടു, സുഹൃത്തുക്കളെ കണ്ടു, അങ്ങനെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ബന്ധുജനങ്ങളെയും അർജുനൻ ഈ സേനയുടെ മധ്യത്തിൽ കൊണ്ടുപോയിട്ട് ഈ രഥത്തിനെ നമ്മുടെ ഭഗവാനായ അച്യുതൻ കൊണ്ട് നിർത്തിയപ്പോഴാണ് ഇവരെ എല്ലാവരെയും അർജുനൻ നേരിട്ട് കണ്ടത്. അതുവരെ അർജുനന് അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. അർജുനൻ ഇവരൊക്കെ ഉണ്ടാവും എന്നുള്ള ചിന്തയൊന്നും അപ്പണ്ട. അപ്പൊ എന്താ വെച്ചാൽ കൂടെ നമ്മുടെ തെരാളിയായ മഹാപ്രഭോ, അതായത് എന്താ പറയാ വൈകുണ്ഠത്തിലിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നായ ശ്രീകൃഷ്ണ ഭഗവാനും പിന്നെന്താണ് എന്താ പറയാ ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിയും ഒക്കെ ഉണ്ടെന്നുള്ള ഒരു സന്തോഷത്തിലിരുന്നു. പക്ഷേ സേനയുടെ മധ്യത്തിൽ കൊണ്ട് നിർത്തിയപ്പോഴാണ് അമ്മാവന്മാരെയും ശ്വശുരന്മാരെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും പുത്രപൗത്രന്മാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും അങ്ങോട്ട് കണ്ടപ്പോ അർജുനനാകെ എന്താ പറയാ, നമ്മൾ പറയില്ലേ നമുക്ക് എന്താവൂലേ അങ്ങനെ. നമ്മളിപ്പോ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ നോക്കൂ, ചെറിയ കുട്ടികളാണ് അതിലൊക്കെ പെടുക. എന്താണ് അടുത്തുള്ള അമ്മാമന്മാരും അമ്മായിമാരും അല്ലെങ്കിൽ എന്താണ് വലിയച്ഛൻ ചെറിയച്ഛൻ മക്കളൊന്നും തമ്മിൽ തല്ലി മിണ്ടാണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് വീട്ടിലത്തെ കുട്ടികളാണ് ഇതിന്റെ ഇടയിൽ. ആ കുട്ടികൾക്ക് എന്താ അറിയാം അല്ലെ, അവർക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്, അപ്പൊ ഇവിടെ ഉള്ളവര് പറയും പോവരുത്, നമ്മൾ അവര് തമ്മിൽ ഇതില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടികളുടെ സ്വഭാവത്തിലും കൂടി മാറ്റം വരുത്തുന്നത് വലിയവരാണ്. ഈ വലിയവർ തമ്മിലുള്ള വഴക്കുകളിൽ കുട്ടികളെ പിടിച്ചിടരുത് എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ എന്താ പറയുന്നത്, അർജുനന്റെ അവരെയൊക്കെ അങ്ങോട്ട് കണ്ട ആ അർജുനനെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു നിർത്തുന്നത്. ആ സേനയുടെ മധ്യത്തിൽ കൊണ്ട് ഭഗവാൻ ആ തേര് നിർത്തി. ഭഗവാന്റെ ഉള്ളിൽ ഒരു ചെറിയ ചിരിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താ, ഇവൻ ഇതുവരെ ഇവരെയൊന്നും കണ്ടിട്ടില്ല. അതിനു മുമ്പ് നമ്മുടെ ദുര്യോധനൻ എന്താണ്, ഇവരെയൊക്കെ കണ്ടിട്ടുള്ള പേടി കൊണ്ടാണ് ഏറ്റവും വലിയ ആചാര്യനായ ദ്രോണാചാര്യരോടൊക്കെ പോയിട്ട് കണ്ടില്ലേ ഭീഷ്മ പിതാമഹ അവരെ സൈന്യത്തെ. അർജുനൻ അതിനു മുമ്പ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ദുര്യോധനൻ എല്ലാവരെയും കണ്ടു പേടിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തില് ഇപ്പോഴാണ് വില്ലാളി വീരനായ അർജുനൻ ഇവരെ എല്ലാവരെയും കാണുന്ന ഈ സന്ദർഭത്തിലൂടെ കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ എന്നത്തെയും പോലെ തന്നെ ഒരു കഥ അല്ലെ, നമ്മൾ ഇന്നൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ടേ നമുക്കതൊരു ഇതാവുള്ളൂ എന്ന് പറയും. അപ്പൊ നിങ്ങൾക്കറിയാം ഭഗവാന്റെ ഈ ഒരു പീലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും ഒരു മയിൽ പീലി വെക്കാത്തൊരു ഭഗവാനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലെല്ലായിടത്തും ഉണ്ടാവൂലേ മയിൽപ്പീലിയുള്ള ശ്രീകൃഷ്ണൻ, ഓടക്കുഴലുള്ള ശ്രീകൃഷ്ണൻ ഉണ്ടാവൂലേ. ചിലവരൊക്കെ പറയണ കേൾക്കാം ഓടക്കുഴൽ പാടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഉടനെ തന്നെ ആരോ എന്തോ പറഞ്ഞു, അത് കേട്ട് ഉടനെ ഓടക്കുഴൽ മാറ്റി വെച്ച കുറേ അധികം കുടുംബക്കാരെ എനിക്കറിയാം. ഓടക്കുഴലില്ലാത്ത ഭഗവാനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓടക്കുഴലും തിരുമുടി, അതായത് നമ്മുടെ മയിൽപ്പീലി ഇല്ലാത്ത ഭഗവാൻ. ഓടക്കുഴൽ വെച്ചാല് അന്ന് പറഞ്ഞു തരുന്നതിന് ആരോ ഒരു അസംബന്ധം വിട്ടു. ഏതോ ഒരു പ്രസംഗത്തിലോ ഒരു പ്രഭാഷണത്തിലോ ഏതോ സത്സംഗത്തിലോ ആണ് പറഞ്ഞത്. ഓടക്കുഴൽ വെച്ച് ഊതുമ്പോ വീട്ടിലുള്ള പണമൊക്കെ പറന്നു പോത്ര. അസംബന്ധം, ശുദ്ധ സംബന്ധം. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഓടക്കുഴലില്ലാത്ത ഭഗവാനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ എന്തുകൊണ്ടാണ് അദ്ദേഹം മയിൽപ്പീലി വെച്ച് നടക്കണം എന്നൊരു കഥ, ചെറിയ കഥയോടുകൂടി നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ കർക്കിടക മാസത്തിൽ അതും കൂടി പറയാനൊരു സന്ദർഭം കൂടി വരികയാണ്. ഭഗവാൻ കാനനവാസത്തിന് പോകുന്ന ശ്രീരാമ ലക്ഷ്മണ സീതാസമേതനായി പോകുമ്പോൾ ഒരിക്കൽ കാനന മധ്യത്തിൽ വെച്ച് സീതാദേവിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ച സമയത്ത് ശ്രീരാമ ഭഗവാൻ വെള്ളം അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ആ കാട്ടിൽ എവിടെയാ വെള്ളം എന്ന് അറിയുന്നില്ല. അപ്പൊ ഇങ്ങനെ പോകുമ്പോ എവിടെ പോയിട്ട് തിരയാന്ന് പറയുമ്പോൾ ഒരു വലിയ മയിൽ, എല്ലാ ഭംഗിയുള്ള ഒരു മയിൽ ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഭഗവാനെ എനിക്കറിയാം വെള്ളമുള്ള സ്ഥലം, ഞാനിങ്ങനെ പോവാൻ, താങ്കൾ അങ്ങ് എൻ്റെ പിന്നാലെ വന്നോളൂ. ഈ മയിൽ എന്ത് ചെയ്തു, ഓരോ പീലിയായിട്ട് കൊഴിച്ചിട്ട്, അതായത് അദ്ദേഹത്തിന് വഴികൾ തെളിയിച്ചു കൊടുത്തു. അങ്ങനെ നല്ല ഒരു പൊയ്കയിലേക്ക് കുറേ കാനന മധ്യല്ലേ, അറിയില്ലേ ഇന്നത്തെ കാടല്ല അന്നത്തെ കാട് അല്ലേ, എന്തായിരിക്കും അന്നത്തെ ആ ഒരു കാടിന്റെ അവസ്ഥ. ഇന്നിപ്പോ മരം വെട്ടിയിട്ടൊക്കെ നശിപ്പിച്ച് വെള്ളപ്പൊക്കമായി, പ്രകൃതി ദുരന്തമായി, മനുഷ്യർ തന്നെയാണ് മനുഷ്യർക്ക് വിപത്ത് വരുത്തി വെക്കുന്നത്. അന്ന് കാലത്ത് അങ്ങനെയായിരുന്നില്ല, പ്രകൃതി സ്നേഹം കൂടുതലുള്ളവരായിരുന്നു. കാട്ട പിടിച്ച കാട്ട് എന്ന് പറഞ്ഞാൽ തിങ്ങി വനഞ്ഞ വനനിബിഡം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭഗവാൻ അങ്ങനെ ആ പൈപ്പിൽ ഇട്ടിട്ട് പോയി അവസാനം ഒരു പൊയ്കയിലെത്തി നോക്കുമ്പോൾ നല്ല ശുദ്ധമായ വെള്ളത്തിനൊരു ആ സമയത്ത് നമ്മുടെ മയിലുണ്ടല്ലോ, മയിലിന്റെ പീലി എല്ലാം കൊഴിഞ്ഞ് മയില്
മരിക്കാറായി. പീലിയാണല്ലോ അവരുടെ ബലം. അപ്പൊ ഭഗവാൻ ആ മയിലിന്റെ തലോടിയിട്ട് പറഞ്ഞു, അടുത്ത ജന്മത്തില് ഞാൻ ദ്വാപരയുഗത്തില് കൃഷ്ണനായി ജനിക്കുമ്പോ നിന്റെ ഈ പീലി എൻ്റെ തലയിൽ ഉണ്ടാവും എന്നൊരു അനുഗ്രഹം കൊടുത്തു. അങ്ങനെയാണ് അത്രേ നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ പീലി തിരുമുടയിൽ മയിൽപ്പീലി ഉണ്ടാവുക. എത്ര നല്ല മനോഹരമായ കാര്യല്ലേ. അത് ത്രേതായുഗത്തിൽ നടന്ന സംഭവം അത് ദ്വാപരയുഗത്തിലേക്ക് കൂടി വന്നു. അത് എത്രയോ കഥകളുണ്ട് അങ്ങനെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു കഥയോടുകൂടി എല്ലാവർക്കും വളരെ ലളിതമായ രീതിയിൽ ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.